അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ആ രാത്രി നൂർജഹാൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, അതെ, റിസ്വാന വക്കീലിൻ്റെ അരികിൽ സഫീർ എത്തിയല്ലോ എന്നുള്ള സന്തോഷ വാർത്ത. അങ്ങനെ അതാ ആ രാത്രിയിൽ അവളൊന്ന് വിളിച്ചു നോക്കുന്നു. ഹലോ. ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. ഹലോ. നൂർത്ത, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കരയാതിരിക്കുമോ? പിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നോളൂ. കാരണം കുറച്ച് ദിവസമായില്ലേ ഇങ്ങനെ. എല്ലാം മറന്ന് നിങ്ങളൊന്ന് സന്തോഷിക്കുക കേട്ടോ. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സെറ്റാക്കാണ്ട് മുത്തേ. എനിക്ക് നിങ്ങൾ പൊളിക്കുക. ശരിക്കും നൂറത്തിയുടെ വാക്കുകൾ കേട്ട അതാ റിസ്വാനയുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ലാ, അൽഹംദുലില്ലാ. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തനിക്ക് കിട്ടിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ സഫീർ ഒരു നിമിഷം, ആരടെ? അതെ, നൂറുത്തിയാണ് വിളിച്ചത്. ഓ അങ്ങനെ. കൊച്ചുകള്ള, ഞാൻ നിങ്ങൾ നിക്കാഹിന് വേണ്ടി പറഞ്ഞതായിരുന്നു, പിന്നെ വന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവൾ കിട്ടിയപ്പോൾ അവിടെ കൂടെ അങ്ങ് കൂടി എന്നെ മറന്നെന്ന്. എൻ്റെ പൊന്നെ, ഞാൻ അങ്ങനെ ചെയ്യൂടി? ഞാൻ അങ്ങനെ ചതിക്കുമോ? അല്ല, എന്നാലും ഞാൻ കുറച്ചൊക്കെ സങ്കടപ്പെട്ടുട്ടോ. അറിയാം, എനിക്കെല്ലാം അറിയാം. പക്ഷെ നിന്നോടൊന്ന് അതിനെക്കുറിച്ച് പറയുവാനൊരു ചാൻസ് വേണ്ട മുത്തേ. അതുകൊണ്ടാടി. സോറി മുത്തേ, ക്ഷമിക്കണം. റിസ്വാന വക്കീലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഫീർ പറഞ്ഞു. എന്നാലും എൻ്റെ പൊന്നെ, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്വഭാവം എന്തോ അറിയില്ല, എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിട്ടയച്ചത്. ഒരിക്കലും ഞാൻ പുറം ലോകം കാണുമെന്ന് വിചാരിച്ചതല്ല. അത്രയൊരു സ്വഭാവമാണ്. എന്താ ഇപ്പം ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ലടാ. എന്നാലും എനിക്കെൻ്റെ പെണ്ണിനെ കിട്ടിയല്ലോ, സമാധാനമായി. എനിക്കെൻ്റെ വല്യമ്മാനെ കിട്ടി. അതുപോലെ തന്നെ അതാ നമ്മുടെ ജസീറിൻ്റെ ആയുഷത്തെ കിട്ടി, ആമിയെ കിട്ടി. അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ സന്തോഷം തന്നെയല്ലേ? സന്തോഷമാണ്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. സത്യമായിട്ടും ഞാൻ ഇല്ലാതെയായി പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ പെണ്ണിനെ ഓർത്ത് ഞാൻ വേണ്ട വേണ്ട, അതൊന്നും ഇനി പറയണ്ട. ഇനിയെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം. നൂർത്ത് നോക്കിക്കോളും ബാക്കി കാര്യങ്ങളൊക്കെ. എടി നൂർജഹാൻ, സത്യം പറഞ്ഞാൽ അവരൊരു മാലാഖയെ പോലെയാണ് എന്നെ രക്ഷിക്കാൻ വന്നത്. ഹിജാബ് അണിഞ്ഞുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ ജ്യേഷ്ഠൻ എന്നെ പിഴപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു സ്ത്രീകളുമായി പറഞ്ഞയച്ചതാണെന്ന്. എന്നാൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോകുകയായിരുന്നു. ഒരു അറബിച്ച് ലുക്കിലായിരുന്നു എൻ്റെ അടുത്തേക്ക് വന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എനിക്കറിയില്ല. ഞാൻ ആകെപ്പാട് ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ ഹിജാബ് അവർ പൊന്തിച്ചിട്ട് എന്നെ വിളിച്ചു. സഫീർ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. പിന്നീട് ഞങ്ങൾ തമ്മിൽ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജസീർ അപ്പുറത്തായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇനി അവരുടെ ജീവിതം എന്തായിത്തീരും ആവോ. എന്നാൽ ഈ സമയം ഒരു കരാറിൻ്റെ മേൽ അവിടെ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങി. പതിവ് പോലെ തന്നെ അതാ അവൾ ഒരു ടാക്സിയോ ഓട്ടോയോ എന്തോ പിടിച്ച് മറ്റൊരു വഴിയും ജസീർ മറ്റൊരു വഴിയും. അറിയാത്ത രീതിയിൽ നൂർജഹാൻ വീട്ടിൽ വന്ന് കയറി. എന്നാൽ അപ്പോഴും ജസീർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും മെസ്സേജ് അയക്കുകയായിരുന്നു. ഹായ് ഹിജാബി, എനിക്ക് നിന്നെ വേണം കേട്ടോ. എന്തായാലും അവനെ നീ കണ്ടില്ലേ, അവനെ മോചിപ്പിക്കുകയും ചെയ്തു. അത് നിൻ്റെ ആഗ്രഹപ്രകാരം. എന്നാൽ എനിക്കൊരാഗ്രഹമുണ്ട്. നീ എൻ്റെ കൂടെ വേണം. എനിക്ക് നിന്നെ വേണം. എനിക്ക് നിൻ്റെ ഉള്ളിലെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കണം. ഹിജാബ് അണിഞ്ഞുകൊണ്ട് നീ പോകുമ്പോൾ നിൻ്റെ കണ്ണുകളിലെ ആ മനോഹരമായ ആ ഒരു വെളിച്ചം ഞാൻ കാണുന്നു ഹിജാബി. നിൻ്റെ ശരീരം മുഴുവൻ എത്രമാത്രം ഗ്ലാമറായിരിക്കും ഹിജാബി. എനിക്ക് വേണം. എല്ലാം പുറത്തു നിന്ന് തന്നെ കോൾ ചെയ്യുന്നതും ചാറ്റിങ്ങും എല്ലാം അവൻ ചെയ്യുന്നു. എന്നാൽ അതിന് മറുപടി ആയിക്കൊണ്ട് നമ്മുടെ നൂർജഹാൻ റീപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നു മറ്റൊരു സിമ്മിൽ നിന്ന്. എന്തൊക്കെ തന്നെയായാലും അതെ, ഇനി എപ്പോഴാണ് വിളിക്കുക? പെണ്ണെ, ഞാൻ വിളിക്കാം. അല്ല, ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റുക? എപ്പോൾ ആണെങ്കിലും കാണാമല്ലോ എനിക്ക്. പക്ഷേ എനിക്ക് എൻ്റെ ബാപ്പ സമ്മതിക്കില്ലേ? ബാപ്പ ഭയങ്കര കർശനക്കാരനാണ്. ബാപ്പാൻ്റെ കണ്ണ് പൊടിയിട്ട് ഇവിടുന്ന് ചാടാനും കഴിയൂല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നീ വാ. എന്താ, ഞാൻ രാത്രി അങ്ങോട്ട് വരണോ?
അതൊന്നു ഓ പഠിച്ചോനെ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലിട്ടോ, നമ്മളെ പേടിപ്പിക്കല്ലേ. എനിക്ക് ആകപ്പാട് ബേജാറാണ്. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. ആ, എൻ്റെ പൊന്നിക്ക. അത് നിങ്ങൾ കണ്ടപ്പോൾ മുതൽ തന്നെ എൻ്റെ മനസ്സിനുള്ളിലും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ ജസീർ അവളുടെ ആ മനമയക്കുന്ന ശബ്ദത്തിൽ ലയിച്ചു ചേരുകയായിരുന്നു. അതെ, ഞാൻ വീട്ടിലേക്ക് പോകാതെ പുറത്ത് നിൽക്കുകയാണ്. ഈ കാറിൽ തന്നെയാണ് ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തിയാലേ എനിക്കൊരു ഭാര്യയുണ്ട്, ഒരു ഉമ്മയുണ്ട്. എൻ്റെ അമ്മോ എൻ്റെ ഉമ്മ പറയുന്ന പോലെയൊന്നല്ല. ആ രണ്ടിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തി, അവൾ അല്പം സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവളുടെ മുമ്പിലൊന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ മെസ്സേജ് അയക്കലും കോൾ ചെയ്യലൊക്കെ കുറച്ച് കുറക്കൂട്ടോ. ഓക്കെ ബേബി, എന്തായാലും രാത്രിയൊക്കെ മെസ്സേജ് അയക്കണം കേട്ടോ, ഞാൻ നോക്കി നിൽക്കും. ഓക്കെ മുത്തേ, എന്നാൽ ശരി. എന്നാൽ അതാ ഫോൺ ഓഫ് ചെയ്ത് നേരെ അവൻ കാറ് വീടിൻ്റെ മുറ്റത്തേക്ക് കയറ്റുന്നു. ഒരു നിമിഷം നൂർജഹാൻ ബാൽക്കണിയിൽ നിന്ന് ആ കാഴ്ച കാണുന്നു. ഓഹ്, എന്തായാലും ഭാര്യ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ നൂർജഹാൻ താഴേക്ക് ഇറങ്ങി വന്നു. ആ, ജസീറിന് നേരെ വയ്യോ? ഇന്നെന്ത് പറ്റി? ഇന്നെന്ത് ലൈറ്റായേ? നൂർജഹാൻ, അതൊന്ന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഓ അങ്ങനെ, അപ്പോൾ സ്റ്റാഫുകളൊക്കെ ഇല്ലേ? ജസീറിന് സ്റ്റാഫ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഉണ്ട്, എന്നാലും അല്പം ഞാൻ. ഓക്കെ, അല്ല എന്ത് ഫുഡാണ് വേണ്ടത്? എനിക്ക് ഒന്നും വേണമെന്നില്ല. നീ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ സെർവൻസിനൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. വരൂ, ഞാൻ ഒരു ഓംലെറ്റ് ആൻഡ് കോഫി ഉണ്ടാക്കിത്തരാം, വരൂ. അങ്ങനെ അവൾ കിച്ചണിലേക്ക് പോയി. എന്നാൽ ഉമ്മ ആ കാഴ്ച കാണുന്നു. ഓ, ഇപ്പം നല്ല മട്ടത്തിലേക്കണല്ലോ. ഓ, എന്താ സ്നേഹം. ഓൾക്ക് ഓംലേറ്റും കോഫിയും വേണത്ര. ജസീറെ, ഈ എവിടെയായിരുന്നു ഇത്രയും നേരം? ഉമ്മയുടെ ആ ഒരു ശബ്ദം കേട്ട് ജസീർ ഒരു നിമിഷം ഞെട്ടി. എനിക്ക് ഓഫീസിൽ തിരക്കുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ ഭാര്യൻ്റെ സ്വഭാവം മെച്ചപ്പെട്ടിക്കണല്ലോ, അനക്കെങ്കിലും തിന്നാണ്ടാക്കി തന്നെ ഉണ്ടല്ലോ. ആ അതെ, അവളിപ്പോൾ എന്താ ജസീർ, നിൻ്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നല്ലത്, എന്തു പറ്റി? ഒന്നുമില്ല. എന്നാൽ അവൻ പതുക്കെ ഫോൺ വീണ്ടും കയ്യിലെടുത്തു. മെസ്സേജ് അയക്കാൻ തുടങ്ങി. ബേബി, എന്താ കിടന്നോ? കാണുമ്പോൾ റീപ്ലൈ തരണേ. ഓക്കെ. എന്നാൽ ഈ സമയം സൈലൻ്റ് മോഡിലിട്ടിരുന്ന നൂർജഹാൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നത് അവൾ കണ്ടു. അവൾ ഗ്യാസ് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് അത് വെച്ചിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ അവൻ കാണാതെ ടൈപ്പ് ചെയ്തു. ബേബി ഉറങ്ങിയിട്ടില്ല, ഉറങ്ങാൻ നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ എല്ലാവരും ഉറങ്ങിയിട്ട് വിളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ. ഓക്കെ ബേബി. എന്നാൽ ഒരു മുഖഭാവവും വരുത്താതെ, മുഖത്തിന് അല്പം പോലും മാറ്റം വരുത്താതെ അവൾ ഓംലേറ്റും നല്ലൊരു കോഫിയും ഉണ്ടാക്കി അവൻ്റെ മുമ്പിൽ ചെന്നിരുന്നു. ഇത് ഇക്ക. സ്നേഹത്തോടെ അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി. ഓംലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. കോഫിയോ? കുടിച്ച് നോക്കട്ടെ. ഓ, കുടിച്ച് നോക്കിയിട്ട് കണ്ടിട്ട് തന്നെ ടേസ്റ്റ് തോന്നുന്നുണ്ടല്ലേ? കാണുമ്പോൾ തന്നെ ചിലത് ടേസ്റ്റാണല്ലോ. അതേക്കാ, ചിലത് കാണുമ്പോഴേ ടേസ്റ്റാണ്, പക്ഷെ രുചിച്ചു നോക്കുകയൊന്നും വേണ്ട. അങ്ങനെയാണല്ലോ പലതും. അതേടേ, അതെ. ശരിക്കും അവൾക്കനുസരിച്ച് അവൻ സംസാരിക്കുന്നത് കണ്ട് ഉമ്മ ഒരു നിമിഷം നോക്കി നിന്ന് പോയി. ഇവർക്ക് എന്തൊരു ചുറ്റിക്കളി. എടാ, പെണ്ണുങ്ങളെ പെണ്ണവറാനായി നടക്കരുത്. കുറച്ച് ആണത്തം വേണം. ഇജ്ജ് എങ്ങനെയായിരുന്നു? ഇജ്ജ് വരുമ്പോൾ എങ്ങനെയായിരുന്നു? കുറച്ച് ദിവസം മുമ്പ് ഇജ്ജ് വരുമ്പോൾ എങ്ങനെയായിരുന്നു? വന്നണ്ട് കയറും, എൻ്റെ ഷൂവും എൻ്റെ ഷോക്സും എൻ്റെ കോട്ടൊക്കെ കൊണ്ട് വലിച്ചിട്ട് പോകലും എന്തായിരുന്നു? വേഗം മുകളിലേക്ക് കയറി. ഇപ്പം മോൾക്കൊന്നും കയറണില്ലേ? താഴെ തന്നെയാണോ? അത് ഞാൻ കയറുകയാണ്. അല്ല, ജസീറിന് എന്തോ നല്ല മാറ്റം വന്നിക്കണ്. ഓളെ മയക്കെടുത്തതായിരിക്കും. എന്താ പമ്പറന്നോള് സാധനം എന്നോ. ജസീർ ഇപ്പോൾ നാളിപ്പോൾ ആദ്യാനെ കെട്ടി, എന്നിട്ടൊന്നും ഓനക്കൊരു മാറ്റമില്ല. ഇനിയിപ്പോൾ അന്നെ കെട്ടിപ്പോതിന് ഇങ്ങനെ മയങ്ങാൻ കാരണം ഇപ്പം എന്താ? പെണ്ണൊരുമ്പെട്ടാന്ന് കേട്ടിട്ടില്ല, അതല്ലത് ജാതി ഓള്. ഓളും എൻ്റെ മോനെ മയക്കി എടുത്തേക്കണ്. ഓളെ മൂട്ടിക്കൂട്ടി തന്നെ ഓൻ നടക്കണത്. എന്നാൽ കോഫിയും
ഓംലേറ്റും കഴിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ നൂർജഹാൻ്റെ പിന്നാലെ. കണ്ടില്ലേ, ആ പെണ്ണിൻ്റെ മൂട്ടുകൂടെ ഇറക്കുന്ന പണിയാണ് ഓനക്ക്. നാണം കെട്ടവൻ. ഇത്രയൊന്നും പെണ്ണവറാനാകാൻ പാടില്ലേ പെൺകോന്തൻ. അയ്യേ, ഉമ്മ എന്തീ പറയുന്നത്? പെട്ടെന്ന് നൂർജഹാന്, എൻ്റെ ഭർത്താവല്ലേ, പിന്നെ എൻ്റെ കൂടെയല്ലേ നടക്കേണ്ടത്? ഉമ്മ എന്തീ പറയുന്നത്? ഇവിടെ ഭർത്താക്കന്മാരായാലും ഭാര്യമാരും കുറച്ച് ലിമിറ്റും കാര്യങ്ങളും മാനവും അച്ചടക്കമൊക്കെ വേണം. അല്ലാതെ വേണ്ട മാതിരി കാട്ടിക്കൂട്ടില്ല. ഇതിപ്പോൾ കെട്ടിയ പെണ്ണിൻ്റെ പിന്നാലെ തന്നെ ഓൻ മണത്ത് നടക്കുകയാണ്. കണ്ടില്ലേ? ഇങ്ങനൊന്നും ആകാൻ പാടില്ല. ജസീർ ആണത്തുള്ള കുട്ടികളെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഓനും പോയി. എന്നാൽ അതാ നൂർജഹാൻ പറയുന്നു, അല്ലുമ്മ, ആണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ പെണ്ണുങ്ങളുടെ ഇഷ്ടത്തിന് നിൽക്കണ്ടേ? എടി, ഓനോട് പാട്ടിലാക്കിച്ചില്ലേ? എൻ്റെ ആങ്ങളുടെ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കനത്ത വിഷമാണ് ജി, അല്ല ഉള്ളു മുഴുവൻ വിഷമാണ്. എന്താ ഉമ്മ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഞാൻ നിങ്ങളെ അമ്മായി തന്നെ വിളിക്കാം. ഉമ്മ എന്നൊക്കെ വിളിക്കുമ്പോഴേ കുറച്ചുകൂടെ സ്നേഹം കൂടുന്നുണ്ടോ അറിയില്ല. അമ്മായി, നിങ്ങളെ മനസ്സ് ശരിയല്ല. അതെ, ഞാൻ നിങ്ങൾ ആങ്ങളുടെ മോളാണ്, പക്ഷെ എന്നോട് നിങ്ങൾക്ക് കൂടുതൽ ശത്രുത ഉണ്ട്. ആ, നീ ഒരുങ്ങി മാറ്റി പോണതും എന്തൊക്കെ എൻ്റെ ഇഷ്ടത്തിനല്ല നടക്കല്. കാറും ഇതുമായിട്ട് കുറച്ച് അഹങ്കാരം എൻ്റെ ആങ്ങളുടെ മോളായാലും പെണ്ണുങ്ങളായാലേ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം. ജി എപ്പോഴേയും വന്ന് കയറും. എൻ്റെ ഉമ്മ, ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നവരൊക്കെ നിങ്ങളൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. പാവം ആ പെണ്ണിനെയൊക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തി. പോരാത്തി നിങ്ങളെ മോനെ ആദ്യ ഭാര്യയുടെ കാലുകളും തളർത്തി. എന്താ ഉമ്മ, ഇനി കുറച്ചൊക്കെ ആണുങ്ങളെ കൺട്രോൾ ചെയ്യാഞ്ഞാലേ പറ്റില്ല. കൺട്രോൾ ചെയ്തടി, എൻ്റെ പിന്നെ കൂടെ ഓനെങ്ങനെ വാലാട്ടി നടന്നോട്ടെ, അതന്നെ വേണ്ടിയത്. ഹേയ് ജസീർ, ഈ കുരുത്തം കെട്ട ചെക്കൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. വല്ലാത്തൊരു ചെക്കൻ തന്നെ. എത്ര നല്ല മോനായിരുന്നു ഓന്. ഓനൊരു ആണത്തുള്ളൊരു ചെക്കനായിരുന്നു. ഇപ്പോൾ അത് ഓളെ കെട്ടിയതോട് കൂടി ഓളെ പിന്നാലെ അങ്ങനെ നടക്കണ് എരണം കെട്ടവൻ. എന്നാൽ ഈ സമയം അതാ ജസീർ ഫുഡെല്ലാം കഴിച്ച് ബെഡിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഓനെ 10, 12, 1, 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി കയറി പോവുള്ളൂ. ഇപ്പോൾ അതാ വേഗം പോണൊക്കെ ഉണ്ട്. എന്താന്നാവോ ഇനിയിപ്പോൾ എനിക്ക് കണ്ടൂടെ, എന്താന്നാവോ, വല്ലാത്തൊരു ഇടങ്ങാറ് ഇത്. ശരിക്കും ആ ഉമ്മക്ക് അസൂയായിരുന്നു. എന്നാൽ ഈ സമയം നൂർജഹാൻ ആണെങ്കിൽ അതാ ജസീറിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നു സോഫയിൽ. ഇക്ക, എന്താടി? ഇക്ക, നമുക്കൊരു ടൂറ് പോയാലോ? ടൂറോ? എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും ഒരു ടൂറ്, അല്ലാതെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് എന്താ? ഓക്കേടേ, ഓക്കെ പോകാം. നമ്മൾ ഒറ്റക്ക് മതിയോ? പിന്നെ ആരാ വേണ്ടത്? അല്ല, എൻ്റെ ക്ലാസ്മേറ്റ്സോ? ഇതേത് ക്ലാസ്മേറ്റ്സ്? അതൊക്കെയുണ്ട്. പിന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരണോ? എന്ത്? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടോ? ഓ പിന്നെ ഞാനല്ലാതെ ഒരു ഫ്രണ്ടോ? അല്ല, നല്ല പെണ്ണാണ്, നല്ല ഈമാനുള്ള പെണ്ണ്. എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? ഈമാനുള്ള പെണ്ണിനെയൊക്കെ നിങ്ങൾക്ക് പറ്റുമോ? അതിവിടെ എനിക്ക് ഒന്നിനുമല്ല, നല്ല സ്വഭാവക്കാരിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടായി മാറി. നമുക്ക് അവളെയും കൂട്ടിയിട്ട് ടൂർ അടിച്ചാലോ? ശരിക്കും അതാ ജസീറിൻ്റെ ചിന്തകൾ അത് നൂർജഹാൻ മനസ്സിലാക്കി. എൻ്റെ പൊന്നു മോനെ, എന്താ ടൂർ അടിക്കുക, എന്നെയും അവളെയും കൂട്ടി കൊണ്ടുപോയിട്ട് നടക്കട്ടെ. എന്നാൽ നൂർജഹാൻ ഒന്നും അറിയാത്ത പോലെ, അവരൊക്കെ വരുമോ നമ്മളുടെ കൂടെയൊക്കെ? അത് പിന്നെന്താ, അതൊക്കെ വരും പെണ്ണേ. പക്ഷെ നീ പോയി വിളിക്കണം, എൻ്റെ കൂടെ വരില്ല. നീ പോയിട്ട് വിളിക്കണം, അതാണ് വേണ്ടത്. നീ പോയി വിളിച്ചാൽ അവൾ വരും. ആ, ഞാനോ? ഞാനെങ്ങനെ? ശരിക്കും നൂർജഹാൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ അങ്ങനെ കടന്നു വന്നു. ഞാൻ പോയി വിളിച്ചാൽ എങ്ങനെ ഇക്ക അവൾ വരിക? ഇക്കയുടെ ഫ്രണ്ടല്ലേ? എൻ്റെ കൂടെ വിടില്ല വീട്ടുകാർ. പക്ഷെ നീയും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഓഫീസിൽ നിന്നൊരു ടൂറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വേണമെങ്കിൽ ഒരു ജോലി അവിടെ സെറ്റാക്കി കൊടുക്കാം. എന്താ, നടക്കുമോ? ശരിക്കും അവൻ്റെ പ്ലാനിങ്ങുകൾ അതാ നൂർജഹാൻ ശരിവെക്കുന്നു. എന്നാലും എൻ്റെ ഭർത്താവ് നല്ല പ്ലാനിങ്ങുകാരനാണ്, എനിക്ക് മനസ്സിലായി. എന്നാൽ അതിനിടയിൽ നൂർജഹാന് മറ്റൊരു ഐഡിയ കൂടി തോന്നി. അതെ, ടൂറ് പോകാം, ഹിജാബ് അണിഞ്ഞ പെണ്ണുമായി. എന്നാൽ ആ ഹിജാബിനകത്ത് അതെ ഒരാളായിരിക്കണം. എൻ്റെ മനസ്സിലെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അത് സത്യമാവണമെങ്കിൽ, അത് സഫലീകൃതമാകണമെങ്കിൽ
ഇതിലൊരു പെണ്ണിൻ്റെ ജീവൻ കൂടി രക്ഷിച്ചേ മതിയാവൂ. തീർച്ചയായും. നൂർജഹാൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതാ അവർ ഡൈനിങ് ഹാളിൽ സോഫയിലിരുന്ന് കുറച്ച് സമയം സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞതിപ്പോൾ എന്ത് കാര്യമാണ്? അതൊക്കെ ഉണ്ട് പെണ്ണെ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പക്ഷേ അവൾ പാവാണ്. പിന്നെ അവളുടെ അവസ്ഥ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് കർക്കശാണ് വീട്ടുകാരൊക്കെ. അതുകൊണ്ട് പക്ഷേ എന്നോട് എന്തോ ആ പെണ്ണിന് എന്തൊരു ക്രഷ് എന്ത് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നുമല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അവളെ കൂടെ കൂട്ടിയാലോ? ശരിക്കും അതാ അവനത് വീണ്ടും പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ പുതിയ പുതിയ ഐഡിയകൾ മുളച്ചുകൊണ്ടിരുന്നു. അതെ, ആ പെണ്ണാകണം ഞാൻ വീണ്ടും. എന്നാൽ അവർ ബെഡ്റൂമിലേക്ക് അവൾ എണീറ്റ് പോയി ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചു. അവൻ്റെ കയ്യിലെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. ഹായ് ഇക്കു. പെട്ടെന്നവൻ ഹായ്. കിടന്നോ? ഇല്ല. എന്താ പണി? ഞാൻ ഇവിടെ ഡൈനിങ് ഹാളിലിരിക്കുകയാണ്. ഓ അങ്ങനെ. പിന്നെ ഇക്കു, ഞാൻ വിളിക്കുന്നതുകൊണ്ടും മെസ്സേജ് അയക്കുന്നതുകൊണ്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സന്തോഷമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ? എന്ത് കാര്യം? അതായത് ഞാൻ വിളിച്ചാൽ നീ വരുമോ? എങ്ങോട്ട് വരാനാ? ഞാനൊക്കെ പാവല്ലേ? ഞാനൊക്കെ പച്ച പാവം പെണ്ണാണ്. എനിക്ക് അതിനകത്തുള്ള സാമ്പത്തിക ശേഷി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ആരുടെയോ വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ആരാരുമില്ല. ഉണ്ട്, പിതാവൊക്കെ ഉണ്ട്, പക്ഷേ അവരൊക്കെ പാവങ്ങളല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കൊക്കെ പോരാനൊക്കെ ആഗ്രഹമുണ്ട്. പണത്തിൻ്റെ കുറവും ഒക്കെയുണ്ട്. പിന്നെന്ന് വെച്ചാൽ മറ്റൊരു രഹസ്യം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരില്ല. നിനക്ക് ഭർത്താവുണ്ടോ? ഇല്ല. ഭർത്താവുള്ളവർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഭർത്താവൊന്നും എനിക്കില്ലേ. ഭർത്താവൊക്കെ ഒന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പാവമല്ലേ. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ പാവെന്ന് പറയല്ലേ. സത്യം പറഞ്ഞാൽ നിൻ്റെ ആ സൗന്ദര്യത്തിൽ ഞാനങ്ങ് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. നിൻ്റെ ആ മുഖമൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? എനിക്ക് എൻ്റെ അധികം ആഗ്രഹം കൊണ്ട് പറയാണ്. എന്താ, കാണിച്ചു തരില്ലേ? അങ്ങനെയൊന്നും പറയല്ലേ. ഞാനിതുവരെ അങ്ങനെ ഒരാളുടെ മുമ്പിലൊന്നും മുഖമൊന്നും കാണിച്ചിട്ടില്ല. അതൊന്നും പാടില്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഓക്കെ. എന്താ പിന്നെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ ഇല്ല കേട്ടോ. അല്ലാ, എൻ്റെ വീട്ടുകാർ വലിയ പ്രശ്നത്തിലാക്കും അതൊക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? വെറുതെ എങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കണതാണ് എനിക്കിഷ്ടം. വിളിച്ചുകൊണ്ടും ചാറ്റ് ചെയ്തുകൊണ്ടും. അല്ലാതെ വേറൊന്നും. നിനക്ക് ക്യാഷ് വല്ലതും വേണോ? ക്യാഷ് നിനക്ക് എത്ര വേണമെങ്കിലും ഞാൻ തരാമല്ലോ. ഇഷ്ടം പോലെ ക്യാഷുണ്ട്. അതൊന്നും വേണ്ടേ. പഠിച്ചോനെ, എനിക്കൊരു പുതിയ ഹിജാബ് വാങ്ങണം. അതിന് ഉപ്പാനോട് ഞാനൊരു 150-200 രൂപ ചോദിച്ചിട്ട് തന്നെ ഉപ്പ തരുന്നില്ല. ഉപ്പ പറഞ്ഞു, കീറിയിട്ടുണ്ടെങ്കിൽ തുന്നിക്കൂട്ടി അങ്ങ് ഇട്ടൂട്, നമുക്ക് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പാവം, എൻ്റെ ഉപ്പ എന്ന് വെച്ചൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിർബന്ധിക്കാതിരുന്നത്. പക്ഷേ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഉപ്പാക്ക് ഇഷ്ടമല്ല. അങ്ങനെ. നിനക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും എൻ്റെ പൊന്നിന് ഞാൻ തരുമല്ലോ. എനിക്ക് അത്രക്കും ഇഷ്ടമായതുകൊണ്ടാണ്. ശരിക്കും നൂർജഹാൻ നല്ല രീതിയിൽ തന്നെ ജസീറിനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജസീർ അതിലങ്ങ് മുഴുകിയിരിക്കുകയാണ്. ഹിജാബി, നിൻ്റെ ഒരു ഫോട്ടോ താടി. നിൻ്റെ ആ ഫേസ് കവർ ഇല്ലാത്തൊരു ഫോട്ടോ ഒന്ന് താ. എന്താ തരൂലേ? അപ്പോൾ എന്നെ ഇഷ്ടമല്ല അല്ലേ? അത് ഞാൻ പറയാം പിന്നീട്. അല്ല, ടൂറിൻ്റെ കാര്യം എന്തായി? ടൂറ് അതെ, പോകണം. പോയേ മതിയോ? നീ വരുമോ? ഞാൻ വരുമോയെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇപ്പം ഞാൻ വരിക? നിങ്ങളുടെ കൂടെ ഒറ്റക്കൊന്നും വിടില്ല. പിന്നെ വേറെ ഏതെങ്കിലും സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, അത് സെറ്റാക്കാം. എൻ്റെ ഉമ്മയുടെ ആങ്ങളുടെ മോളുണ്ട്, നൂർജഹാൻ എന്ന പേര്. അവളെ ഞാൻ വിട്ടാലോ നിൻ്റെ വീട്ടിലേക്ക്? പിന്നെ ഓഫീസിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് പോകാം. എന്താ? ഐഡിയ നല്ല ഐഡിയ ആണല്ലോ. എന്തൊക്കെ തന്നെയാലും നോക്കട്ടെ. പിന്നെ ഞാൻ കിടക്കട്ടെ കേട്ടോ. വല്ലാണ്ട് ഉറക്കം വരുന്നുണ്ട് എനിക്ക്.
നേരത്തെ എഴുന്നേൽക്കാനുള്ളതാ. കാരണം എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കണം, എഴുന്നേറ്റ് ഖുർആൻ ഓതണം, അങ്ങനെയൊക്കെ ഉണ്ടേ. അവിടെ അതൊക്കെ ഉണ്ടോ? എവിടെ സുബ്ഹ് അതുവരെ ഞാൻ നിസ്കരിക്കാറില്ല. ഞാൻ എഴുന്നേൽക്കൽ തന്നെ 9 മണിക്കാണ്. പിന്നെ കിടക്കുന്ന 2 മണിയൊക്കെ ആവും ചെയ്യും. അതാണ് സുബ്ഹില്ല, നിസ്കാരമൊന്നും കാര്യങ്ങളില്ല. ഓ അതെന്താ? അതൊക്കെ വേണം, എന്നാലല്ലേ എൻ്റെ പെണ്ണാവുന്ന എനിക്ക് ശീലമായിട്ടില്ല. ആദ്യമൊക്കെ വല്യമ്മയുള്ള കാലത്തൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ വല്യമ്മയൊന്നും ഇല്ല ഇവിടെ. ഉമ്മാക്ക് പിന്നെ അതിലൊന്നും ശ്രദ്ധയൊന്നുമില്ല. ഉമ്മാക്ക് അത്ര വലിയ ചെട്ടിയും കാര്യങ്ങളൊന്നും അതൊന്നുമില്ല. നോ പ്രോബ്ലം, നമുക്ക് നമ്മുടെ ഇഷ്ടം. അതാണ് എൻ്റെ ജീവിതം. എനിക്കെൻ്റെ ഇഷ്ടം, എനിക്കെൻ്റെ ലോകം, എനിക്കെൻ്റെ പെണ്ണ്. പെണ്ണോ? അപ്പോൾ അല്ല, പെണ്ണെന്നല്ല, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്നാണ് പറഞ്ഞത്. ഓ അങ്ങനെ, ഞാൻ കരുതി നിങ്ങൾ പരസ്ത്രീകളോട്. എന്ത് നീ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. ഓ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ നിന്നോട് സത്യം പറയാം, മറച്ചൊന്നും വെക്കുന്നില്ല. ഉണ്ടായിരുന്നു. ആരോട്? അതൊക്കെ ഉണ്ട്. എത്ര പെണ്ണ്? അതൊന്നും കയ്യും കണക്കൂല പെണ്ണെ, ഒരുപാട്. അല്ലോ എന്നാ വേണ്ട, സോറി, ഞാൻ നിങ്ങളിൽ നിന്ന് പിന്മാറുകയാണ്. ഒരു നിമിഷം അവൾ അതാ നെറ്റ് ഓഫ് ചെയ്തു. എന്നാൽ ആ നിമിഷം തന്നെ അവൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങി. അതെ, നൂർജഹാൻ കേൾക്കുമെന്ന് ഭയന്നവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ആ നമ്പറിലേക്ക് കോൾ. അവൾ ഫോൺ എടുത്തു. നൂർജഹാൻ ശബ്ദം മാറ്റി. ഹലോ പെണ്ണെ, എന്താ നീ ഇത്ര പെട്ടെന്ന് പിണങ്ങിയോ? എന്തിങ്ങനെ പിണങ്ങിപ്പോയത്? ഞാൻ അതല്ല പെണ്ണെ പറഞ്ഞത്. എനിക്ക് ആരോട് ബന്ധം ഒരാളോടുമില്ല. ഹിജാബ് ധരിച്ച പെണ്ണിനോടാണ് എനിക്കിഷ്ടം. അവളാണ് എൻ്റെ എല്ലാം. അവൾക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ എല്ലാം ഒഴിഞ്ഞു വെക്കുന്നത്. എന്താ പറ്റില്ലേ? പറ പെണ്ണേ. ആയിക്കോട്ടെ, എൻ്റെ മനസ്സിൽ നിങ്ങൾ മാത്രം, നിങ്ങളുടെ മനസ്സിൽ ഞാൻ മാത്രം, വേറെ ആരും കയറരുത് കേട്ടോ. ഇല്ലടേ, നീ എന്താ പിണങ്ങിയത്? അപ്പോഴൊക്കെ എൻ്റെ കുട്ടി പിണങ്ങിയോ? എന്നാലും വേറെ സ്ത്രീകളുടെ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ വേദനിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ല മുത്തേ, സോറി. അത് പിന്നെ ഒരു കിസ് തരുമോ? ഒരു ചുംബനം തരുമോന്ന്? അത് ഇല്ല, അതൊക്കെ ഹറാമാണ് കേട്ടോ. അങ്ങനെയൊന്നും. ഓ അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതോ? അതുവരെ സംസാരല്ലേ? കിസ്സരം പാടില്ല? ഹറാമാണ്. അതൊക്കെ നിക്കാഹ് കഴിഞ്ഞിട്ട് പാടുള്ളൂ. എന്ത് നിങ്ങളിങ്ങനെ? ഓക്കെ, എന്നാൽ ഞാനൊന്ന് തരട്ടെ? വേണ്ട. എന്താ ഒന്ന്? വേണ്ട, അതൊന്നും വേണ്ട, പാടില്ല. ഓ അപ്പം ഞാനെന്താ വേണ്ടത്? പറ്റുകയാണെങ്കിൽ എന്നെ നിക്കാഹ് കഴിക്കണം. എന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമല്ലോ. എന്താ? ശരിക്കും അത് കേട്ടപ്പോൾ അതാ ജസീറിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. ഇത്രക്കും പെട്ടെന്ന് അവൾ സെറ്റാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ അവൾ പറയുന്നു എന്നെ നിക്കാഹ് കഴിക്കണമെന്ന്. നൂർജഹാൻ ഇവിടെ ഉണ്ടെങ്കിൽ എന്താ? അവളെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകണം, നിക്കാഹ് കഴിക്കണം, എന്നിട്ട് വേറെ ഫ്ലാറ്റിൽ എൻ്റെ റിസോർട്ടിൽ താമസിപ്പിക്കണം. എന്താ? ഹിജാബി, നീ എൻ്റെതാണ്, എൻ്റേത് മാത്രമാണ്. എന്നാൽ ആ രാത്രി മുഴുവൻ അവളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇടയ്ക്കിടെ ഫോണെടുത്ത് ഫോട്ടോസ് നോക്കി. എന്നാൽ ഹിജാബ് അണിഞ്ഞൊരു പെണ്ണിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. നൂർജഹാൻ അത് ശ്രദ്ധിച്ചു. അത് ശരിക്കും ഏറ്റിട്ടുണ്ട് മച്ചാൻ. ഇക്ക, എന്തെങ്കിലും ഉറങ്ങാത്ത? ഒന്നുമില്ല പെണ്ണേ. എന്നാലും ഒന്നുമില്ല. പിന്നെ എന്താ ചിന്തിക്കുന്നത്? അല്ലേ, ജീവിതത്തിൽ 4 പേരെ കല്യാണം കഴിക്കുക എന്നൊക്കെയാണല്ലോ. ഓ അങ്ങനെ കഴിക്കാമല്ലോ. പിന്നെ എൻ്റെ ഇക്കാക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കണേ, എനിക്കെന്താ, നോ പ്രോബ്ലം. ഓക്കെ. നൂർജഹാൻ, നീ എന്തേ പറയുന്നത്? അതൊക്കെയുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാണ്. അല്ലിക്ക, ആ ടൂറിൻ്റെ കാര്യം എന്തായി? നമുക്ക് പോയാലോ? ഓക്കെ പോകാം ഇൻഷാ അല്ലാ. ശരിക്കും ജസീറിൻ്റെ സ്വഭാവത്തിൽ നല്ലൊരു മാറ്റം വന്നതായിട്ട് അതാ നൂർജഹാന് തോന്നുന്നു. അതെ, ടൂർ പോകാനുള്ള സെറ്റപ്പ് അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് അവനോട് പറയുന്നു, എന്തായാലും പോകണം നമുക്ക്. ഇക്ക പറഞ്ഞ ആ പെണ്ണിനെ വിളിച്ചോ, ഹൈജാബി പെണ്ണിനെ കേട്ടോ. ഓക്കെ ആയിക്കോട്ടെ, അതിനെന്താ. എന്നാൽ നൂർജഹാന്
അതാ തൻ്റെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടി പോവുകയാണ്. ജസീറിനെ ശരിക്കും ഹിജാബി നല്ല രീതിയിൽ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അവളങ്ങ് കുടിയേറി പാർത്തു എന്ന് തന്നെ പറയാം. എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. എന്തായി തീരും ഇതിൻ്റെ ലാസ്റ്റ് ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വയനാട് ദുരന്തം വീണ്ടും സംഭവിച്ചു അല്ലേ. 5 പേര് മണ്ണിനടിയിലൊക്കെ ആയി ഭയങ്കര വിഷമമായ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടല്ലോ അല്ലേ. ഇന്നത്തെ വാർത്തകളിലും ഇന്നത്തെ റീൽസുകളിലൊക്കെ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് രാവിലെ അവർ ഉണർന്ന് പണിക്ക് നല്ല രീതിയിൽ ജോലിക്ക് വന്നപ്പോൾ ഒരിക്കൽ പോലും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല, റബ്ബേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്നുള്ളത് അല്ലേ. എന്നാൽ പെട്ടെന്ന് ആ ഒരു 11 മണിയോടുകൂടെ ശക്തമായൊരു ശബ്ദവും പിന്നീട് വെള്ളവും മണ്ണും കല്ലുമൊക്കെ ഒന്നിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരികയും ഒക്കെ ചെയ്ത് ആളുകളുടെ കുട്ടികൾ പറഞ്ഞേ കേട്ടിരുന്നു, ഒരു ആകാശത്തോളം മുട്ടയാണ് ചളിവെള്ളവും കല്ലും മണ്ണും വന്നത്, ആകാശത്തുനിന്ന് വരികയാണെന്ന് തോന്നിപ്പോയി. ആ കുട്ടികൾ കണ്ട കാഴ്ച പറഞ്ഞതാണ്. എന്തൊക്കെ തന്നെയാലും ആളുകൾ ഓടുന്നതും അവരുടെ മേലേക്ക് ആ ഒരു മണ്ണൊക്കെ വീഴുന്നതും ടാങ്കർ ലോറിയൊക്കെ എത്ര നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങോട്ട് തെന്നി മാറുന്നു. എന്താല്ലേ മനുഷ്യരെ എത്ര കെട്ടിപ്പടുത്തുണ്ടാക്കിയ എത്രയോ ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ എത്ര വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയത് ഒരു നിമിഷം കൊണ്ടാണ് അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നത്. മനുഷ്യന് ഒരിക്കലും ശക്തിയൊന്നും ഇല്ലാത്ത ഒരു ചെറു ജീവിയാണ്, ഒന്നിനും കഴിയൂല മനുഷ്യനെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അള്ളാഹു വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ടാണ് അതൊക്കെ. ഒരുപക്ഷെ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഖിയാമത്ത് നാളും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. എന്തായാലും മരണപ്പെട്ടവർക്ക് ഷഹീദിൻ്റെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. കാരണം മണ്ണിനിടയിലൊക്കെ പെട്ട് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അവസ്ഥ, ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ, ഒന്ന് പിടയാൻ പോലും. പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അങ്ങനത്തെ മരണത്തെ തൊട്ട്. അവരുടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു ഇതുപോലുള്ള ദുരന്തങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്ക റഹ്മാനെ. അന്ന് ചൂരൽമലയിലെ എത്ര കുടുംബങ്ങൾ, എത്ര വീടുകൾ, എത്ര പിഞ്ചു പൈതലുകൾ, ആ സ്കൂള്, അതൊക്കെ കാണുമ്പോൾ നമുക്ക്, ഞങ്ങൾ കാണാൻ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഹൃദയം പൊട്ടിപ്പോകും. അത്രക്കും അങ്ങനത്തെ ഒരു ഗ്രാമം മുഴുവനായിട്ട് ഒലിച്ചു പോയിക്കാണ്. പലരുടെയും മൃതശരീരങ്ങൾ, കൈകൾ, കാലുകളൊക്കെ ഇതാ ഇവിടുത്തെ ചാലിയാറിൽ നിന്നൊക്കെ പുഴയിൽ നിന്നൊക്കെ അങ്ങനെ ലഭിക്കുകയായിരുന്നു. ഏതായാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെയുള്ള അപകടങ്ങളെ തൊട്ടൊക്കെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വയനാട്ടിൽ താമസിക്കുന്ന നമ്മുടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. മേപ്പാടി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വല്യമ്മയുടെയൊക്കെ ആദ്യം അവരവിടെ താമസിച്ചിരുന്നത്, ഇപ്പം അപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് കൂട്ടുകുടുംബങ്ങളൊക്കെ ഇപ്പോഴും ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എങ്ങനെയൊക്കെയാണ് ദുരന്തം വരിക ഒന്നും പറയാൻ പറ്റൂലല്ലോ നമുക്കല്ലേ. കാരണം ഒരു പക്ഷേ ഭൂകമ്പമായിരിക്കാം, ചുഴലിക്കാറ്റായിരിക്കാം, പല രീതിയിലും ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തട്ടോ.